മറ്റുള്ളതിൻ്റെയൊക്കെ പ്രതിഫലം ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്ന റബ്ബ് തആല നോമ്പിനെ കുറിച്ച് പറയണത് അസൗമു ലീ വഅന അജ്സി ബിഹി എന്നാണ്. നോമ്പ് എനിക്കുള്ളതാണ്, എനിക്ക് മാത്രമുള്ളതാണ്. നിസ്കാരം വേറൊരാൾ കാണാൻ വേണ്ടി നിർവഹിക്കാൻ പറ്റും. സദക്ക കൊടുക്കുന്നത് 100 ആളെ കാണിക്കുകയും ചെയ്യാൻ പറ്റും. ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരോടും ഞാൻ പോകട്ടോ, ഞാൻ പിന്നെയും പോകട്ടോ, ഞാൻ അപ്പോൾ 3ാമത്തോട്ടാ പോകണം, എനിക്ക് അവിടെ പരിചയം അതുകൊണ്ട് ബേജാറൊന്നും ഇല്ലട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണതെങ്കിൽ ഹജ്ജ് മുപ്പരാൾ അള്ളാഹ്ക്ക് മാത്രം നിർവഹിക്കണതല്ല, എല്ലാവരും കൂടി കാണിച്ച് ബഹളം വെച്ച് ചെയ്യണ ഹജ്ജാണ്. നോമ്പിനെ പറ്റി പക്ഷേ നമുക്കങ്ങനെ നോമ്പ് നിർവഹിച്ചുകൊണ്ട് ഒരാൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇങ്ങനെ കുനിഞ്ഞുകൊണ്ട് നോമ്പാന്ന് മനസ്സിലാവുമോ? ഉറക്കം തൂങ്ങിയ നോമ്പാന്ന് മനസ്സിലാവും. നമ്മുടെ കുട്ടികളൊക്കെ ആക്റ്റീവ് അല്ലേ, നോമ്പുണ്ടാവും. പക്ഷെ അവർ സ്കൂളും മദ്രസും ഫ്രീ ആവുന്ന സമയത്ത് 4-5 മണിക്കൂർ വെയിലത്ത് പന്ത് കളിക്കണില്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവർക്ക്? അപ്പോൾ നോമ്പ് കാരണം ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുക എന്നുള്ള സംഭവമൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് നോമ്പാന്ന് മനസ്സിലാവില്ല. വിളിച്ചു പറഞ്ഞാൽ ഓക്കെ, ഞാൻ നോമ്പ് പറഞ്ഞ കേട്ടോ, പിന്നെ ഞാൻ നോമ്പാട്ടോ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഓക്കെ. പക്ഷെ അതൊരു പറ്റോ എന്ന പരിപാടിയല്ലേ. അപ്പം നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് റബ്ബല്ലാത്ത ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നിസ്കാരം 4 ആൾക്ക് കാണുകയും നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും 2 റക്അത്ത് നിസ്കരിച്ചത് ജുമേൻ്റെ മുമ്പുള്ള സുന്നത്ത് നിർവഹിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അതിനെ കുറച്ച് വൈകിച്ചു, എന്തിനാ അറിയും. പിന്നെ എല്ലാവരും ഫ്രീ ആയിരിക്കുന്ന സമയത്തുണ്ട് 2 റക്അത്ത്, ഒരു 1.5 എൻട്രി ഉണ്ട്. അങ്ങനെ മൂപ്പരിങ്ങനെ എഴുന്നേറ്റിരിക്കണ്, പിന്നെ 4 റക്അത്ത് നിസ്കരിക്കണ്. ബാക്കിയുള്ളവരൊക്കെ ശ്രദ്ധാപൂർവ്വം അങ്ങനെ ഇമാം വരണത് നോക്കി നിൽക്കുമ്പോൾ ഏകദേശം മുന്നിലെ വരിയിൽ മൂപ്പരാൾ മാത്രം അനുസ്കരിക്കുന്നു. അനുസ്കരിച്ചാൽ പറ്റൂലേ? പറ്റും. പക്ഷെ 4 ആൾ കാണട്ടെ എന്ന് എഴുതിയിട്ടാണെങ്കിൽ പണി പാളും. റുക്കുവൊക്കെ അങ്ങനെ കയ്യത്തിരി വൈഡാക്കി വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടി നോക്കുകയാണ്. എല്ലാവരും എന്നെ തന്നെ അല്ല ശ്രദ്ധിക്കണത്. ഈമാനു മർഇല്ലായികൂനു തഖാമുല ഹത്താ യറാന സംബിഇബിലിൻ മുസ്തില. തസൂഫിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് അതിക്കിയയിൽ നെന്തി മഖ്ദൂം തങ്ങൾ അങ്ങനെ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിന് പൂർണ്ണത വരണമെങ്കിൽ അവൻ്റെ ആരാധനയ്ക്ക് പരിസരത്ത് ആരാരുണ്ടെങ്കിലും അതവനെ തീരെ സ്വാധീനിക്കാതെ വരണം എന്ന്. ഈമാനു മർഇല്ലായികൂനു തഖാമുല, മനുഷ്യൻ്റെ വിശ്വാസം പൂർണ്ണാവൂല ഹത്താ യറാന സംബിഇബിലിൻ മുസ്തില. മൃഗത്തോട്, ഒട്ടകത്തോട് സമാനമായ വിധം അയാളുടെ ഇബാദത്തിനെ കാണുന്ന ആളുകൾ അവർ പരിഗണിക്കാതെ എന്ന്. അവരൊട്ടകം അങ്ങനെ നോക്കിക്കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഖിലാസ് കാട്ടുമോ? ഇല്ല. നേരെ വെച്ച് ഓരോരുത്തർ നോക്കിക്കണ്ട് അപ്പോൾ കുറച്ചും കൂടി അടിപൊളിയാക്കാന്ന് കരുതിയാലോ? ഈമാൻ പൂർണ്ണല്ല. നമ്മൾ നിസ്കരിക്കുന്ന അടുത്ത് ഇങ്ങനെ ഒരു പല്ലി നോക്കിയിട്ടുണ്ട്, നമ്മളെല്ലാം പല്ലി കാണുന്നത്, അതുകൊണ്ട് 4 റക്അത്ത് കൂടുതലാക്കാൻ നമ്മൾ വിചാരിക്കുമോ? ഇല്ല. നേരെ വെച്ച് ജുമേൻ്റെ മുന്നേ എല്ലാവരും കാണുകയും നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് 2 റക്അത്ത് കൂടുതലാക്കാന്ന് തോന്നിയാലോ? അത് അവർക്ക് വേണ്ടിയുള്ള നിസ്കാരമാണ്. ഇത് നോമ്പിൽ അങ്ങനെ സാധ്യമല്ലാത്തത് കൊണ്ട് റബ്ബ് പറയുന്നു അസ്സൗമു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം ഞാൻ തന്നെ നൽകും.